കേരളം ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഈ ചൂടിൽ ചൂടായ ഒരു കാര്യം പറയാം. ഇത് വിശ്വൻ ചേട്ടൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് മുന്നിലെ കാർ പാർക്കിംഗിലേക്ക് ഡയറക്ഷൻ കാണിക്കുവാൻ നിൽക്കുകയാണ്. തൊട്ടടുത്ത് മറ്റൊരു കാർ പാർക്കിംഗ് ഏരിയ കൂടി ഉള്ളതുകൊണ്ട് ഒരു കസ്റ്റമർ പോലും നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശത്തിലാണ് ഈ നിൽപ്പ്. ഒരു ദിവസം 4 മണിക്കൂറാണ് ഈ പുള്ളി നിൽക്കുന്നത്. കുടയും തൊപ്പിയും ഉണ്ടെങ്കിലും വിശ്വൻ ചേട്ടൻ ഉപയോഗിക്കില്ല, ശീലമില്ലത്രേ. അത് മാത്രമല്ല ജോലിക്ക് ഇതൊരു തടസ്സമാണ്. ചേട്ടാ എത്ര വർഷമായി ചേട്ടാ ഇവിടെ? ഞാൻ 2 വർഷമാണ്. ഈ വെയിലത്ത് നിന്നൊരു ചൂടില്ല. ഞാനത് എക്സ്പീരിയൻസാണ്. തൊണ്ടവേദന അങ്ങനെയൊന്നും വരാറില്ല? എനിക്ക് 16 വയസ്സിൽ ഒരു ചെറിയ അപ്പൻഡിക്സിൻ്റെ അസുഖം വന്നു. 60 വയസ്സ് കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ഒരു അസുഖമില്ല. ഒരു അസുഖം പോകണ്ട. ചൂടെടുക്കണില്ല ഒന്നും. ചൂടെടുക്കും. അതിനിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും, ഒന്ന് ഫാനിടും, അത് തന്നെ. ആളെഴുത്താശാനാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് ജോലി. ജീവിക്കേണ്ടേ മോളെ എന്നൊരു ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. പിന്നെ ചോദ്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ചോദിക്കാൻ പോയില്ല. ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള നേരം അദ്ദേഹത്തിന് ഇല്ല. സഹിക്കാൻ പറ്റാത്ത ചൂട് 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 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതുപോലെ പലരും നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് കൂടി ഓർക്കുക. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ സഹതാപം അല്ല വേണ്ടത്, അറ്റ്ലീസ്റ്റ് ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കും നീ പോയി ആദ്യം വാങ്ങിച്ചു കൊടുക്കടിയെന്ന്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ചിത്രീകരിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദി, നമസ്കാരം.